പ്രായമാകുന്തോറും നമ്മുടെ ഫേസിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണല്ലേ, ചുളിവുകൾ, വരകൾ, പിഗ്മെൻറ്റേഷൻ എന്നിവയുടെ സകല പ്രശ്നങ്ങളും നമ്മുടെ ഫേസിൽ ഉണ്ടാവുമല്ലേ. അപ്പോൾ ഇതൊക്കെ മാറി ഫേസ് നല്ല ചെറുപ്പത്തോടെ ഇരിക്കാനായിട്ട്, നല്ല യങ് ആയിട്ട് ഇരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യണ ഒരു അടിപൊളി ഫേസ് പാക്ക് ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഇപ്പോഴും നമ്മൾ ചെറുപ്പമായിരിക്കില്ല എങ്കിലും ആൻറ്റി ഏജിങ് സൈനൊക്കെ ഒന്ന് കുറയ്ക്കാൻ, ഒന്ന് സ്ലോ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യണ ഒരു അടിപൊളി ഫേസ് പാക്കാണിത്. അപ്പോൾ നമുക്ക് പാക്ക് എന്താണെന്നൊന്ന് കണ്ടിട്ട് വന്നാലോ. ഇപ്പോൾ ഞാൻ ഒന്നൊന്നര ആഴ്ചയോളമായിട്ട് സ്കിൻ കെയർ പോലും ചെയ്യാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്കിൻ ഭയങ്കരമായിട്ട് ഡള്ളായിട്ടിരിക്കണമായിരുന്നു. പിന്നെ നെറ്റിയുടെ ഭാഗത്തൊക്കെ ആയിട്ട് നന്നായിട്ട് തന്നെ ടാൻ പോലെയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു പാക്ക് ചെയ്യാമെന്ന് വിചാരിച്ചേട്ടോ. അപ്പോൾ എപ്പോഴും ചെയ്യുന്ന പാക്ക് അല്ലാണ്ട് ഒരു വെറൈറ്റി എന്തെങ്കിലും ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു പാക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഈ ഒരു പാക്കിൻ്റെ ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ചെറുപ്പമായിരിക്കാൻ മാത്രമല്ല കേട്ടോ, നമ്മളുടെ ഫേസ് നന്നായിട്ടൊന്ന് ബ്രൈറ്റൻ ആക്കാനായിട്ടും ഒന്ന് ക്ലീൻ ആവാനായിട്ടും, ഡാർക്ക് സ്പോട്ടൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നന്നായിട്ടൊന്ന് ക്ലിയർ ആവാനായിട്ടും വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു പാക്ക് കൂടിയാണ് കേട്ടോ. അപ്പോൾ ഞാനിത് ഒരു 3 ടൈംസ് ഞാനിപ്പോൾ യൂസ് ചെയ്തതാണ് കേട്ടോ. നല്ല റിസൾട്ട് കിട്ടിയ ഒരു പാക്കാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത് കേട്ടോ. ഇത് ഏത് സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്യാൻ പറ്റിയ പാക്കാണ് കേട്ടോ. ഇപ്പോൾ ഓയിലി സ്കിന്നറാണെങ്കിലും ഡ്രൈ സ്കിന്നാണെങ്കിലും നോർമൽ സ്കിന്നാണെങ്കിലും ഏത് സ്കിൻ ടൈപ്പുകാർക്കും യൂസ് ചെയ്യാൻ പറ്റിയ പാക്കാണ്. ഇപ്പോൾ ഞാനെടുത്ത ഇൻഗ്രീഡിയൻസ് തന്നെ എടുക്കണം കേട്ടോ, അതിലൊരു മാറ്റം വരുത്തരുത്. ഞാനെടുത്ത സെയിം ഇൻഗ്രീഡിയൻസ് തന്നെ എടുക്കുക. അത് നമ്മുടെ കിച്ചണിൽ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ട് തന്നെയാണ് ഞാൻ ഈ ഒരു പാക്ക് ഉണ്ടാക്കിയേക്കണം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കാനും ഭയങ്കര ഈസിയുള്ള പാക്കാണ് കേട്ടോ ഇത്. അപ്പം നമുക്കിനി പാക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് നോക്കിയിട്ട് വരാം. അതിനായിട്ട് 2 സ്പൂൺ റൈസ് എടുക്കാം കേട്ടോ. റൈസ് 2 സ്പൂൺ ചോറ് എടുത്തിട്ട് ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. നെക്സ്റ്റ് വേണ്ടതെന്ന് പറഞ്ഞാൽ എഗ് വൈറ്റ് ആണ് കേട്ടോ. എഗ് വൈറ്റ് അത് ഫുള്ള് വേണ്ട, ഒരു സ്പൂണിൽ ഹാഫ് എഗ് വൈറ്റ് മതി കേട്ടോ. അതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ട് ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് നന്നായിട്ട് പേസ്റ്റ് ആക്കി എടുക്കുക കേട്ടോ. ഇപ്പോൾ ഇതാ നല്ല പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു 2-3 ഡ്രോപ്സ് ലെമൺ ജ്യൂസാണ് കേട്ടോ. 3 ഡ്രോപ്സ് അല്ലെങ്കിൽ 2 ഡ്രോപ്സ്, ഇതിൽ കൂടുതൽ ആഡ് ചെയ്യാൻ പാടില്ല കേട്ടോ. ഒന്ന് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ഫേസിൽ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്തിട്ട് ഒരു 15 to 20 മിനിറ്റ്സ് കേട്ടോ. ഇപ്പോൾ എഗ് വൈറ്റ് ആഡ് ചെയ്തുകൊണ്ട് തന്നെ നന്നായിട്ട് തന്നെ ടൈറ്റൻ ആവും, ഫേസ് നന്നായിട്ട് തന്നെ ടൈറ്റൻ ആവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് അപ്ലൈ ചെയ്തിട്ട് ഒട്ടും സംസാരിക്കാനോ അല്ലെങ്കിൽ ഫുഡ് കഴിക്കാനോ ഒന്നും പാടില്ല കേട്ടോ. നന്നായിട്ട് ടൈറ്റൻ ആവണതുകൊണ്ട് തന്നെ ഈ സമയത്ത് നമ്മൾ എന്തെങ്കിലും ചെയ്താൽ തന്നെ അത് ഭയങ്കരമായിട്ട് ഒരു സൈഡ് എഫക്റ്റ് ഉണ്ടാക്കും. സാഗിങ് ആവാനും പിന്നെ ഈ നമ്മൾ ചെയ്യണതിന് ഓപ്പോസിറ്റായിട്ടായിരിക്കും സംഭവിക്കുന്നത്. അതായത് ചുളിവുകൾ വരാനായിട്ടും ഫൈൻ ലൈൻ വരാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്തിട്ട് ഒരിക്കലും സംസാരിക്കാനോ അതല്ലെങ്കിൽ ഫുഡ് കഴിക്കാനോ ഒന്നും പാടില്ല കേട്ടോ. ഈ ഒരു പാക്ക് നമുക്ക് വീക്ക്ലി 2 ആയിട്ട്, അത് 2 പ്രാവശ്യം ചെയ്യാൻ പറ്റിയ ഒരു പാക്കാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് തന്നെ നിങ്ങളുടെ സ്കിൻ നന്നായിട്ടൊന്ന് ക്ലിയർ ആവാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു പാക്കാണ്. അപ്പോൾ ഞാൻ ഫേസ് വാഷ് ഔട്ടൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ലൊരു ചേഞ്ചാണ് വന്നിരിക്കുന്നത്. ആ ഒരു ഡൾനെസ്സൊക്കെ നന്നായിട്ട് തന്നെ മാറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആഫ്റ്റർ ബിഫോർ വീഡിയോ ഇവിടെ സൈഡിൽ കാണിക്കാം, എന്നാലും നിങ്ങൾക്ക് ആ ഒരു ഡിഫറൻസ് പെട്ടെന്ന് തന്നെ മനസ്സിലാവില്ല കേട്ടോ. അതിനുശേഷം ഞാനൊരു മോയ്സ്ചറൈസറും കൂടി ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല പാക്കാണ്, അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഈ വീഡിയോസ് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം കേട്ടോ. അതുവരേക്കും ബായ്.